ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കി. വിദേശത്ത് ഒളിവിൽ കഴിയുന്ന തൂണേരി സ്വദേശി തെയ്യമ്പാട് ഇസ്മായിലിന് വേണ്ടിയാണ് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. സമീർ, ഒന്നാം പ്രതിയാണ് തെയ്യമ്പാട് ഇസ്മായിൽ. ബാക്കി 6 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയപ്പോൾ വിദേശത്ത് നിർത്തി കീഴടങ്ങിയതാണ്. ഈ ഇസ്മായിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് സമീർ? ഹാഷ്മി, 2015-ലാണ് 19-കാരനായിട്ടുള്ള ഷിബിൻ കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ തുടരുകയും അതിനൊടുവിലാണ് 7 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തത്. എന്നാൽ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ മറ്റ് 6 പ്രതികളും കോടതിയിലെത്തിയിരുന്നുവെങ്കിലും ഈ ഒന്നാം പ്രതിയായിട്ടുള്ള തെയ്യമ്പാട് ഇസ്മായിൽ ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. പ്രതി ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും തുടർ നടപടിയിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്നാൽ പോലീസിന് ഈ പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇത്തരമൊരു വേളയിലാണ് ഷിബിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തത്. ഈ പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിൽ പോലീസ് അമാന്തം കാണിക്കുന്നു, അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഷിബിന്റെ കുടുംബം പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ അതിന്റെ തുടർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തെയ്യമ്പാടി ഇസ്മായിലിന് വേണ്ടിക്കൊണ്ട് റെഡ് കോർണർ നോട്ടീസ് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഇസ്മായിലിന്റെ സഹോദരനായിട്ടുള്ള മഹമ്മൂദ് മരിച്ചിരുന്നു. ഈ കേസിലെ മറ്റൊരു പ്രതിയാണ് മുനീർ. അത് ഇസ്മായിലിന്റെ സഹോദരനാണ്. മുനീർ പരോളിൽ ഇറങ്ങുകയും ഇവിടേക്ക് വരികയും ഈ മരണവേളയിൽ അതിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ സഹോദരൻ മരിച്ച വേളയിൽ പോലും ഇസ്മായിൽ നാട്ടിലേക്ക് വരികയോ മറ്റ് ഈ നടപടികളിലേക്ക് കടക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രതിയെ വളരെ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നാണ് നാദാപുരം പോലീസ് പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.